നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പേരാമ്പ്ര കക്കാട് ദാറുസലാം ഹയർ സെക്കൻഡറി മദ്രസയിൽ ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുപ്പ് സംഘടിപ്പിച്ചു. ഇത് രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും പുതിയൊരു അനുഭവമായിരുന്നു. പേരാമ്പ്ര കക്കാട് ദാറുസലാം ഹയർ സെക്കൻഡറി മദ്രസയിൽ മദ്രസ ലീഡർ, ഡെപ്യൂട്ടി ലീഡർ സ്ഥാനങ്ങളിലേക്ക് ഇലക്ട്രോണിക് സംവിധാനം ഉപയോഗിച്ച് ഇലക്ഷൻ സംഘടിപ്പിച്ചു. 4 സ്ഥാനാർത്ഥികൾ തമ്മിൽ നടന്ന വോട്ടിംഗ് മത്സരത്തിൽ 88% പോളിംഗ് രേഖപ്പെടുത്തി. പേന, ബാറ്റ്, ഹിജാബ്, ഫുട്ബോൾ എന്നീ ചിഹ്നങ്ങളിൽ ആവേശത്തോടെയും അതിലേറെ കൗതുകത്തോടെയുമായിരുന്നു കുട്ടികൾ ഇലക്ഷനെ അഭിമുഖീകരിച്ചതെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. ഞാൻ ഇവിടുത്തെ മദ്രസയിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഇവിടെ ആദ്യമായിട്ടാണ് ഇലക്ഷൻ നടക്കുന്നത്. ഇവിടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് മദ്രസയിലെ ഇലക്ഷനിൽ കുറേ 4 സ്ഥാനാർത്ഥികളുണ്ട്. ഓർക്ക് വോട്ട് ആളുകൾക്ക് ലീഡർ സ്ഥാനത്തേക്ക്, ഡെപ്യൂട്ടി ലീഡർ സ്ഥാനത്തേക്കാണ് വോട്ട് അടയാളപ്പെടുത്തുന്നത്. നമ്മൾ ആദ്യമായിട്ട് മദ്രസയെ സംഘടിപ്പിച്ച ഈ ഇലക്ഷനിൽ മിക്കവാറും നല്ല വിജയത്തിൽ അടയാളപ്പെടുത്തി. മദ്രസ പ്രധാനാധ്യാപകൻ മുഹമ്മദ് മുസ്ലിയാർ വാളൂർ, കമ്മിറ്റി പ്രസിഡന്റ് അബ്ദുൽ ഖയ്യൂം, സെക്രട്ടറി യാസർ MC എന്നിവർ തെരഞ്ഞെടുപ്പ് വിശദീകരിച്ചു. സാധാരണയായിട്ടുള്ള ഒരു രീതിയിൽ നിന്ന് മാറി നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു മദ്രസയിൽ ഒരു ഇലക്ഷൻ സമ്പ്രദായം ഈ ഒരു വോട്ടിംഗ് സിസ്റ്റത്തിലൂടെ അല്ലെങ്കിൽ ഇലക്ട്രോണിക് സിസ്റ്റത്തിലൂടെ കാണുന്നത്. അപ്പോൾ ഇതെന്തിനു വേണ്ടി എന്നുള്ളത് പൊതുജനങ്ങൾക്കും രക്ഷിതാക്കൾക്കും ഒരു സംശയം ഉണ്ടാവും. അതിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, നമുക്കറിയാം കലുഷിതമായ ഭൗതിക കലാലയങ്ങളിലൊക്കെ വിദ്യാർത്ഥികൾ പരസ്പരം കലഹിക്കുകയും അവിടെ വിദ്വേഷങ്ങളും മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിലൊക്കെ ഇടപെടുന്ന ആളുകളാണ് നമ്മളെല്ലാം. അപ്പം അതല്ല യഥാർത്ഥത്തിലുള്ള ജനാധിപത്യം, അതല്ല യഥാർത്ഥത്തിലുള്ള വോട്ടിംഗ് സമ്പ്രദായം എന്നുള്ളത് വിദ്യാർത്ഥികൾക്ക് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ടുള്ള ഒരു ഉദ്ദേശം. രണ്ടാമത് നമുക്കറിയാം പരസ്പരം വിദ്വേഷത്തിൻ്റെയും അതുപോലെ തന്നെ വെറുപ്പിൻ്റെയും ഒക്കെ ഒരു രാഷ്ട്രീയമാണ് പൊതുവെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം മാറ്റിയിട്ട് സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും പരസ്പര ഒരു സൗഹൃദത്തിൻ്റെയും അന്തരീക്ഷത്തിലാണ് വോട്ടിംഗ് നടക്കേണ്ടത് എന്നുള്ളത് വിദ്യാർത്ഥികളിലൂടെ പൊതുസമൂഹത്തിന് അറിയിച്ചു കൊടുക്കാനുള്ള സന്ദേശം കൂടെ ഇതിൽ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം നമുക്കറിയാം, ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ വിദ്യാർത്ഥികൾ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ അവർ വിജയിക്കുക എന്നുള്ളൊരു സംഭവം മാത്രമേ കാണുന്നുള്ളൂ. തോൽക്കുക എന്നുള്ള സംഭവം പല ഭാഗത്തും കാണുന്നില്ല. അത് നമ്മുടെ കരിക്കുലത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ്, അങ്ങനെയാണ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളൊരു രീതിയുണ്ട്. അപ്പം വിജയം എന്താണ്, പരാജയം എന്താണെന്നത് അവർ രുചിച്ചറിയുക, എന്നിട്ട് സമൂഹത്തിന് അതൊരു ഗുണമേന്മയായി മാറണം എന്നുള്ളതാണ്. കാരണം ഓട്ടോറിക്ഷയിൽ കല്ലെറിയും ബസ്സിന് കല്ലെറിയും അതിക്രമങ്ങൾ കാണിക്കലും അല്ല ഒരു ശരിയായ രാഷ്ട്രീയം എന്നുള്ളത്. സൗഹൃദമാണ്, സ്നേഹമാണ് എന്നുള്ളത് രാജ്യത്തിന് കാണിച്ചു കൊടുക്കുക എന്നുള്ള ഉദ്ദേശം കൂടി ഇതിലുണ്ട്. അത് വിദ്യാർത്ഥികളെ വ്യത്യസ്തമായ അനുഭവങ്ങളോട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഏതായിരുന്നാലും വളരെ സന്തോഷത്തോടു കൂടെ വളരെ ഭംഗിയായിട്ട് നമ്മളെ ഈ വോട്ടിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ടോട്ടൽ 120ഓളം വിദ്യാർത്ഥികളാണ് ഈ സ്ഥാപനത്തിലുള്ളത്. അതിൽ 14 പേര് ഇന്ന് വോട്ട് ചെയ്തിട്ടില്ല, ആബ്സെൻ്റ് ആണ് അവർ. നമ്മുടെ രാജ്യത്തിൻ്റെ രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയിൽ നാളെയുടെ പ്രതിനിധികളായി വളർന്നു വരുന്ന നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളിൽ ജനാധിപത്യ ബോധം ഉണ്ടാക്കി തീർക്കുക എന്ന നല്ല ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മുടെ കക്കാട് ദാറുസലാം ഹയർ സെക്കൻഡറി വിധം പ്രഥമമായിട്ട് ഇങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് വിദ്യാർത്ഥികളുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്ന സംവിധാനമാണ് ഏറെ ശ്ലാഘനീയമായ ഒരു കാര്യമാണ്.
ഇതിൽ പ്രതിഭാശാലികളായ നമ്മുടെ മദ്രസയിലെ ഉസ്താദുമാരുടെ സർഗാത്മകമായ ഭാവനകളിൽ ഒന്നാണ് ഇന്നിവിടെ പൂർണ്ണമായി വിജയകരമായിട്ട് പര്യവസാനിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും സാധാരണ തെരഞ്ഞെടുപ്പ് രംഗങ്ങളിലൊക്കെ നാം കാണാറുള്ള പോലെ സംഘർഷഭരിതമായ അവസ്ഥയില്ലാതെ നിർമ്മാണാത്മകമായിട്ട് സൗഹൃദത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, പാരസ്പര്യത്തിൻ്റെ സാഹചര്യങ്ങളൊക്കെ നിലനിർത്തിക്കൊണ്ട് നമ്മുടെ മദ്രസയിൽ ഇങ്ങനെ വളരെ വിജയകരമായിട്ട് ഈ ഒരു സംവിധാനം നടന്നു എന്നത് ഏറെ ശുഭോദർക്കമായ ഒരു കാര്യമാണ്. കമ്മിറ്റിയുടെ പ്രതിനിധികളെന്ന നിലക്ക് ഞങ്ങൾക്ക് ഇതിൽ ഏറെ അഭിമാനമുണ്ട്, ഏറെ സന്തോഷം നിറഞ്ഞ നിമിഷമാണ്. കുട്ടികൾക്ക് ജനാധിപത്യ രൂപത്തിലുള്ള തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും മാതൃകാപരമായ തെരഞ്ഞെടുപ്പ് എങ്ങനെ നടത്താനായെന്നും കുട്ടികൾക്ക് വിവരിച്ചു കൊടുത്തു. ഇതിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ച മാജിദുൽ ഫവാസ് ദാരിമി, ഷംനാദ് അസ്ഹരി, ഹാഫിൽ റാസി, ഖാസിം നിസാമി, സയ്യിദ് ഷിഹാബുദ്ദീൻ, ഇമ്പിച്ചിക്കോയ തങ്ങൾ, കുഞ്ഞമ്മദ് മുസ്ലിയാർ, അബൂഹാദി തുടങ്ങിയവർ നേതൃത്വം നൽകി. തുടർന്ന് ലീഡർ സ്ഥാനത്തേക്ക് ഫിദാൽ, ഡെപ്യൂട്ടി ലീഡർ സ്ഥാനത്തേക്ക് സാമിയ എന്നിവർ വിജയിച്ചതായി പ്രഖ്യാപിച്ചു. തുടർ ദിവസങ്ങളിൽ സത്യപ്രതിജ്ഞയോടെ ഈ അധ്യയന വർഷത്തിലെ പ്രവർത്തനങ്ങൾ സജീവമാവും. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ.